അമ്മേ, അച്ഛനോട് പറ പ്ലീസ്. കുഞ്ഞോൾ അമ്മയെ കൂടെ അടക്കി പിടിച്ചു കരയുമ്പോഴാണ് അവളെ കടന്നു പോകുന്ന ശിവയെ അവൾ കണ്ടത്. ശിവ, വേണ്ട, നീ ഇതിലിടപെടേണ്ട. അഭി പൊടുന്നതിന് ശിവയുടെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞതും അടിമുടി ദേഷ്യത്തിൽ വിറഞ്ഞു നിൽക്കുന്ന അതിരൂക്ഷമായൊരു നോട്ടമായിരുന്നു തിരികെ കിട്ടിയത്. ശിവ, വേണ്ട മോനെ. സുഭദ്രാമ്മ കരഞ്ഞുകൊണ്ടവനെ പിടിച്ചു വയ്ക്കാൻ നിന്നതും ശിവ നേരെ നോക്കിയത് സച്ചുൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുന്ന അജുവിനെയാണ്. അടുത്തൊരടി ആഞ്ഞടിക്കാൻ അജു കൈ ഉയർത്തിയതും ശിവയുടെ കാൽപാദം അതിശക്തമായി അവൻ്റെ നടുപുറത്ത് പതിഞ്ഞു. ഇവൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു കൂട്ടാനാണോടോ കോപ്പെ നീ ഇങ്ങോട്ട് വന്നത്? ചുണ്ടു പൊട്ടി ഒലിക്കുന്ന രക്തം ഒരു കിതപ്പോടെ തുടച്ചു നീക്കുന്ന സച്ചുവിനെ നോക്കി ശിവ മുരണ്ടു. നിന്നോട് ഞാൻ പറഞ്ഞില്ലേടാ ഇവൻ്റെ നേർക്ക് നിന്റെ കൈ ഉയരുതെന്ന്. പിന്നെന്തിനാടാ നീ ഇവൻ്റെ നേർക്ക് പോകുന്നത്? നിലത്തേക്ക് മറിഞ്ഞു വീണുപോയ അജുവിൻ്റെ നേർക്ക് കലിയോടെ ചെന്നവൻ ചോദിച്ചതും സച്ചു എന്നെ പിടിച്ചു വെച്ചു. വേണ്ടടാ. സച്ചു അവനെ ബലമായി തന്നെ പിടിച്ചു നിർത്തിയതും ശിവ അവനെ ദേഷ്യം അടങ്ങാതെ നോക്കി. പിന്നെ സച്ചുവിൻ്റെ കൈ പിടിച്ച് നേരെ തൻ്റെ അച്ഛന് നേർക്ക് വന്നു. അതെ, ഇവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ദേ, ഇവനും ഈ നിൽക്കുന്ന എൻ്റെ പെങ്ങളും തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇന്നും ഇന്നലെയല്ല, വർഷം ഒരുപാടായി തുടങ്ങിയിട്ട്. ഇവളല്ലാതെ എനിക്ക് വേറെ പെങ്ങളോ എൻ്റെ അച്ഛന് വേറെ മകളോ ഇല്ല. അതുകൊണ്ട് കാഴ്ച കാണാൻ നിൽക്കാതെ പോകാൻ നോക്കെല്ലാവരും. അച്ഛനെ ഒന്ന് നോക്കിയ ശേഷം ശിവ നേരെ പോയത് പെണ്ണു കാണാനായി വന്നവരുടെ അടുത്തേക്കായിരുന്നു. കാണേണ്ടതൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നവർ കേൾക്കേണ്ടത് കേൾക്കുക കൂടി ചെയ്തപ്പോൾ ഇടവും വലവും നോക്കാതെ വീട്ടിൽ നിന്നിറങ്ങി. നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞോ നീ? അവരൊക്കെ അവിടുന്ന് പോയതും ശിവ സച്ചുവിനെ നോക്കി ചോദിച്ചു. സച്ചു രാജശേഖരനെ നോക്കി ഒന്ന് മെല്ലെ മൂളി. ഇവൻ പറഞ്ഞു കേട്ട് നിങ്ങളുടെ തീരുമാനം എന്താ? ശിവ അച്ഛനെ നോക്കാതെ അഭിനെ അമ്മയെ നോക്കി ചോദിച്ചു. തൊട്ടു പിന്നിൽ നിന്ന് അജുവിൻ്റെ ശബ്ദം ഉയർന്നതും തലച്ചോറ് ഇളകി പോകും വിധം ശക്തമായൊരു അടിയോടെ ശിവയുടെ കൈ അജുവിൻ്റെ കവളിൽ പതിഞ്ഞു. ശിവ, സുഭദ്രാമ്മ കരഞ്ഞുകൊണ്ടവനെ വിളിച്ചു. ഈ നിൽക്കുന്നവൾ കാങ്ങളമാരായി ഞങ്ങൾ 3 പേരുണ്ട്. പിന്നെ അവളുടെ അച്ഛനും. നിന്റെ സ്ഥാനം അത് കഴിഞ്ഞാണ്. ഞങ്ങളെക്കൊണ്ട് കഴിയില്ലെന്ന് വരുമ്പോൾ നീ ആങ്ങളെ ചമയാൻ വന്നാൽ മതി. കേട്ടല്ലോ? ഇനി ഞാനിത് പറയില്ല. അജുവിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി കത്തുന്നൊരു നോട്ടത്തോടെ അവൻ പറഞ്ഞതും നാണക്കേടിൻ്റെ അങ്ങേയറ്റമായിരുന്നു അജുവിന്. മനസ്സിലുള്ള പകയുടെ ആഴം അത്രത്തോളം കൂടിക്കൊണ്ടിരുന്ന നിമിഷങ്ങൾ. ഇവർ സമ്മതിക്കുന്നില്ലെങ്കിൽ നിന്റെ പ്ലാൻ എന്താ? ഇത്രയൊക്കെ നടന്നിട്ടും ഒരക്ഷരം മിണ്ടാതെ നിൽക്കുന്ന അച്ഛനെ അറിയെ വല്ലാത്തൊരു ദേഷ്യത്തോടെ ശിവ സച്ചുവിനെ നോക്കി ചോദിച്ചു. ഇപ്പോഴും നിങ്ങൾക്കാർക്കും ഞങ്ങളുടെ ബന്ധത്തിൽ സമ്മതമല്ല എന്നാണെങ്കിൽ അൻവി ഇപ്പോൾ എൻ്റെ കൂടെ വരും. സച്ചു രാജശേഖരനെ നോക്കി മെല്ലെ പറഞ്ഞു. നീ വിളിച്ചാ എൻ്റെ മോൾ ഇറങ്ങി വരുമോ? രാജശേഖരൻ്റെ ശബ്ദം ഉയർന്നു കേട്ടു. അൻവി പേടിയോടെ അച്ഛനെ നോക്കിയെങ്കിൽ അജുവിൻ്റെ ചുണ്ടിൽ അഹങ്കാരം കലർന്നൊരു ചിരി തെളിഞ്ഞു. വരും, സച്ചു നെഞ്ചിടിപ്പോടെ പറഞ്ഞു. എങ്കിൽ വിളിക്ക്. ശേഖരൻ തൻ്റെ ചാരുകസേരയിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞതും എല്ലാവരുടെയും നോട്ടം കുഞ്ഞോളിലേക്കായി. സുഭദ്രാമ്മയുടെ പിന്നിലായി നിന്ന യാമി മെല്ലെ കുഞ്ഞോളുടെ പിന്നിലേക്ക് നീങ്ങി നിന്നു. രുദ്ര, നീ അകത്തേക്ക് പോ. കുഞ്ഞോളുടെ നോട്ടം ശിവയുടെ നേർക്കാണെന്ന് കണ്ടതും ശേഖരൻ പെട്ടെന്ന് പറഞ്ഞു. അതെന്തിനാ? ശിവ ചൊടിയോടെ അച്ഛനെ നോക്കി. അവൻ വിളിച്ചാൽ കൂടെ ഇറങ്ങിപ്പോകാനുള്ള ധൈര്യം അവൾക്ക് സ്വയം ഉണ്ടാവേണ്ടതാണ്, അല്ലാതെ നീ ഉണ്ടാക്കേണ്ടതല്ല. ശേഖരൻ മറ്റെങ്ങോ നോക്കിക്കൊണ്ട് പറഞ്ഞു. അച്ഛൻ്റെ നോട്ടവും സംസാരവും കാണെ അൻവിയുടെ നെഞ്ചിരിപ്പ് വീണ്ടും കൂടി. എന്നാ അച്ഛനും അകത്തേക്ക് വാ. ശിവ അച്ഛനെ നോക്കി പറഞ്ഞതും ശേഖരൻ അവനെ മുഖം തിരിച്ചു നോക്കി. ധൈര്യം കൊടുക്കാൻ ഞാനിവിടെ നിൽക്കണ്ട എന്നാണെങ്കിൽ പേടിപ്പിക്കാനായി അച്ഛനും ഇവിടെ നിൽക്കണ്ട. ശിവ അച്ഛനെ നോക്കാതെ തന്നെ മെല്ലെ പറഞ്ഞു. ശിവ. സുഭദ്രാമ്മ ശാസനയോടെ അവനെ വിളിച്ചു. അല്ലാതെ പിന്നെ എന്നോടകത്ത് പോകാൻ പറഞ്ഞാൽ ഞാൻ കേൾക്കണോ? ഈ നിൽക്കുന്നവളെൻ്റെ ആരു? ശിവ അമ്മയെ നോക്കി ചൊടിയോടെ ചോദിച്ചു വന്നതും മുഴുവൻ പറയാനാവാതെ പാതിൽ നിർത്തി വല്ലാത്തൊരു വെറിയോടെ അകത്തേക്ക് കടന്നു. ഇറങ്ങിപ്പോടി. അകത്തേക്ക് കടന്നവൻ മറ്റാരും കേൾക്കാത്ത വിധം കുഞ്ഞോളുടെ കാതോരം ചെന്നു മുരണ്ടു. സച്ചിദാനന്ദൻ സമയം കളയാതെ അവളെ വിളിക്ക്. ശേഖരൻ കാലിന്മേൽ കാല് കയറ്റി വെച്ചിരുന്ന് ഒരു ആജ്ഞാപനം പോലെ പറഞ്ഞു. സച്ചുൻ്റെ നോട്ടം അൻവിയുടെ നേർക്കായി. ചുറ്റും കൂടി നിന്നവരുടെ അടക്കം നെഞ്ചിരിപ്പ് അത്രയും വേഗത്തിലായി. അച്ഛനെ ധിക്കരിച്ചു പോകല്ലേ എന്നൊരപേക്ഷയായിരുന്നു അഭിയുടെയും സുഭദ്രാമ്മയുടെയും കണ്ണിൽ. എങ്കിൽ സച്ചുൻ്റെ കണ്ണുകൾ അവളെ നോക്കി നിറഞ്ഞു തുടങ്ങി. വാ. അത്രമേൽ വലിയൊരു ഭാരം നെഞ്ചിൽ പേറിക്കൊണ്ടവൻ അവളെ നോക്കി മെല്ലെ വിളിച്ചതും തോരാതെ ഒഴുകുന്ന കണ്ണുകളോടെ അൻവി അവനെ നോക്കി തളർച്ചയോടെ നിന്നു. പോ. യാമി വളരെ പതുക്കെ അൻവിയെ മുന്നോട്ട് തള്ളി. അൻവി ഏറിയ നെഞ്ചിരിപ്പോടെ അച്ഛനെ നോക്കി. ശേഖരൻ അവളെ നോക്കാതെ ഇരിക്കുകയാണ്.
പക്ഷെ അബിയും അജുവും അമ്മയും എല്ലാം അവളെയാണ് നോക്കുന്നത്. വാ അനു, സച്ചു ഒന്നുകൂടെ വിളിച്ചു. നെഞ്ചിരിപ്പേറി താനിപ്പോൾ ബോധം മറിഞ്ഞും വീഴുമോ എന്ന പോലെയായി അൻവിയുടെ അവസ്ഥ. ഒരടി മുന്നോട്ട് വെക്കാനുള്ള ധൈര്യമില്ല. പോ. തൊട്ടു പിന്നിൽ നിന്നും അത്രമേൽ രഹസ്യമായ യാമയുടെ ഉപദേശം, ഒപ്പം ചെറിയൊരു തള്ളലും. അൻവി സച്ചുവിൻ്റെ തൊട്ടു മുന്നിലെത്തി. എല്ലാവരും അമ്പരപ്പോടെ അൻവിയെ നോക്കി. അപ്പോൾ നീ വിളിച്ച അതിൻ്റെ മോള് വരും അല്ലേ? ശേഖരൻ മെല്ലെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചതും അൻവി അച്ഛനെ പകപ്പോടെ നോക്കി. സച്ചുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. സച്ചു ഒന്നും മിണ്ടിയില്ല. പകരം അരികെ നിൽക്കുന്നവളുടെ കയ്യിൽ ഒരാശ്വാസം എന്നോണം പിടിമുറുക്കി. എന്തായാലും ഇപ്പോൾ ഇവളെ ഞാൻ നിൻ്റെ കൂടെ ഇറക്കി വിടില്ല. പോയി നിൻ്റെ അച്ഛനെ കൂട്ടി മുറ പോലെ വാ. വിവാഹം ഞാൻ നടത്തി തരാം. ശേഖരൻ അത്രയും ഗൗരവത്തോടെ ഒരു തീരുമാനം പറഞ്ഞതും എല്ലാവരുടെയും കണ്ണുകൾ അത്ഭുതപ്പെട്ടു. നിങ്ങളുടെ വിവാഹം മാത്രമല്ല, ഒപ്പം അബിയും യാമയും തമ്മിലുള്ള വിവാഹ നിശ്ചയം ഉണ്ടാവും. വീണ്ടും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശേഖരൻ അയാളുടെ മറ്റൊരു തീരുമാനം കൂടെ പറഞ്ഞതും കേട്ട വാർത്തയിൽ യാമയുടെ ഹൃദയം തറഞ്ഞു നിന്നുപോയി. സിറ്റൗട്ടിൽ നിന്ന് അകത്തേക്ക് കടന്ന ശിവയും ഒരതിശയത്തോടെ അച്ഛനെ തിരിഞ്ഞു നോക്കി. പിന്നെ ആ നോട്ടം യാമയിലേക്കും അവളിൽ നിന്ന് അബിയിലേക്കും ചെന്നെത്തി. എൻ്റെ തീരുമാനങ്ങളെല്ലാം എതിർക്കണമെന്ന് വാശിയുള്ളത് കൊണ്ട് ചോദിക്കുക. എൻ്റെ തീരുമാനത്തിൽ നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ രുദ്ര? അയാൾ ശിവയെയും യാമയെയും സൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. യാമയുടെ കണ്ണുകൾ വല്ലാത്തൊരു പിടപ്പോടെ ശിവയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അവൻ്റെ മറുപടി എന്തായിരിക്കും? അവൾ അത്രമേൽ തളർച്ചയോടെ നൊമ്പരം കടിച്ചു പിടിച്ചൊരു വെമ്പലോടെ അവനിൽ മിഴികൾ ഉറപ്പിച്ചു. സച്ചുവിൻ്റെ കണ്ണുകൾ അത് യാമയിലായിരുന്നു. വിവർണമായ അവളുടെ മുഖവും ശിവയുടെ നേർക്കുള്ള പ്രതീക്ഷയോടെയുള്ള നോട്ടവും അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ കൊണ്ടുവന്നു. അൻവി നെഞ്ചിരിപ്പോടെ യാമയുടെ അരികിലേക്ക് ചേർന്നു. അവളുടെ മനസ്സിപ്പോൾ എത്രത്തോളം നൊമ്പരപ്പെടുന്നു എന്നവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പറ രുദ്ര, നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? യാമയുടെ ഇപ്പോൾ നിറഞ്ഞു തുളുമ്പും എന്ന പോലിരിക്കുന്ന കണ്ണുകളിലേക്ക് സംശയത്തോടെ നോക്കിക്കൊണ്ടവൾ ശിവയോട് വീണ്ടും ചോദിച്ചു. എനിക്കെന്തെതിർപ്പ്? വിവാഹം കഴിക്കുന്നവർ തമ്മിൽ എതിർപ്പൊന്നുമില്ലെങ്കിൽ എനിക്കുമില്ല. ശിവ അച്ഛനെ നോക്കി കാര്യമായി പറഞ്ഞെങ്കിലും തൻ്റെ കൈകൊണ്ടൊരു താലി ഏറ്റുവാങ്ങിയവൾ തൻ്റെ വീട്ടിൽ തൻ്റെ അനുജൻ്റെ ഭാര്യയാകുകയെന്ന് ചിന്തിക്കെ അവൻ്റെ മനസ്സ് എന്തിനോ അസ്വസ്ഥമായി തുടങ്ങിയിരുന്നു. ആ അസ്വസ്ഥതയോടെ തന്നെയാണ് അവൻ അവർക്കിടയിൽ നിന്നും അവൻ്റെ റൂമിലേക്ക് നടന്നു നീങ്ങിയത്. പക്ഷേ യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ തന്നെ ഇത്രയും വലിയൊരു സമ്മർദ്ദത്തിനിടയിൽ നിർത്തിപ്പോകുന്നവനെ കാണെ യാമയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കവളിലേക്ക് പതിച്ചു. അടുത്ത നിമിഷം തന്നെ അവളത് കൈത്തണ്ടയാൽ തുടച്ചു കളഞ്ഞു. പക്ഷെ കണ്ണ് തുടച്ചുകൊണ്ടവൾ നേരെ നോക്കിയത് സച്ചുവിൻ്റെ നേർക്കായിരുന്നു. തൻ്റെ കണ്ണുനീരിനെ മറച്ചുകൊണ്ടവൾ അവനെ നോക്കി മെല്ലെ ചിരിച്ചുകൊണ്ട് അവർക്കിടയിൽ നിന്നും ഒരക്ഷരം മിണ്ടാതെ അടുക്കളയിലേക്ക് നടന്നു. യാമയോട് സംസാരിച്ചതിന് ശേഷം തീരുമാനമെടുത്താൽ മതിയായിരുന്നു അച്ഛ. ഇന്നേ വരെ അച്ഛൻ്റെ ഇഷ്ടങ്ങൾക്ക് എതിരായി നിന്നിട്ടില്ലാത്ത അബി യാമയുടെ മുഖവും ഭാവവും ഒക്കെ കാണെ അച്ഛനെ നോക്കി വല്ലയമയോടെ പറഞ്ഞു. ഇന്നലെ സംഭവിച്ചതൊക്കെ നിനക്കും അറിയില്ലേ അബി? ഇനി ഒരുത്തനും അവളെ തേടി വരാൻ പാടില്ല. അതിന് അവരല്ലാതെ വേറെ അവകാശികൾ വേണം അവൾക്ക്. അതും അവളേക്കാൾ മേലെ നിൽക്കുന്നൊരു ബന്ധം. നീ അവളോടൊന്ന് സംസാരിക്ക്. എന്നിട്ടെന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ എന്നോട് പറ, നമുക്ക് സംസാരിക്കാം. ശേഖരൻ അബിയെ നോക്കി പറഞ്ഞുകൊണ്ട് സച്ചുവിനെ കൂടെ ഒന്ന് നോക്കിക്കൊണ്ട് നേരെ അയാളുടെ റൂമിലേക്ക് നടന്നു. ഇന്നേരം കൊണ്ട് ശേഖരൻ്റെ മനസ്സിൽ ഉത്തരമില്ലാത്ത 1000 ചോദ്യങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ഉത്തരം കണ്ടെത്തിയേ ഒക്കൂ എന്നൊരു വാശിയും. സച്ചുച്ച. അൻവി വല്ലാത്തൊരു പേടിയോടെ സച്ചുവിനെ നോക്കി. നീ യാമയുടെ അടുത്തേക്ക് ചെല്ല്, ഞാൻ വിളിക്കാം. സച്ചു അത്രയും ഗൗരവത്തോടെ അൻവിയുടെ കവളിൽ ഒന്ന് തട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. തൻ്റെ വീടിൻ്റെ സമാധാനം തിരിച്ചു എന്നല്ലോ എന്നൊരു സന്തോഷത്തിലായിരുന്നു സുഭദ്രാമ. എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അനിയെയും തനുവിനെയും വിളിച്ചു പറയണം. അബിയുടെ കവളിൽ ഒന്ന് തലോടിക്കൊണ്ടവർ നേരെ റൂമിലേക്ക് നടന്നു. ഇതേ സമയം തൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ ആകെ പിഴച്ചല്ലോ എന്നൊരു നിരാശയിലായിരുന്നു അജു. യാമിയെ എങ്ങനെയെങ്കിലും ഭാര്യയാക്കണം എന്നുണ്ടായിരുന്നു. കാരണം അവളെ സ്വന്തമാക്കുന്നതിലൂടെ കൈവരാൻ പോകുന്ന സ്വത്തുക്കൾ തന്നെയാണ്. പക്ഷെ തന്നേക്കാൾ ബുദ്ധിമാനാണ് ശേഖരൻ എന്ന് നേരത്തെ ഓർക്കണമായിരുന്നു. സ്വന്തം മകനെ കൊണ്ട് അവളെ കെട്ടിച്ച് തൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത കൂട്ടും അയാളെന്ന് ഓർക്കണമായിരുന്നു. പിഴച്ചുപോയി. ഓർത്തിരുന്നെങ്കിൽ തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ് യാമിയെ എന്നോ വരുതിയിൽ വീഴ്ത്താമായിരുന്നു. ഇനിയിപ്പോൾ തൻ്റെ പ്രണയം അവളേക്കാൾ മുന്നേ അബിയോട് തുറന്നു പറയണം. ഇനിയുള്ള ദിവസങ്ങളിൽ സർവം തകർന്നവനെ പോലെ നിന്ന് എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണം. താൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നൊരു ശുദ്ധനാണ് അബി എന്നറിയാവുന്നത് കൊണ്ട് തന്നെ മുന്നോട്ടുള്ള പ്ലാനുകളിൽ വിജയം കാണുമെന്നൊരന്ധമായൊരു വിശ്വാസം അവനുണ്ടായിരുന്നു. ചെമ്മരിയാടുകളെ തമ്മിലടുപ്പിച്ചവരുടെ ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്ന സൂത്രശാലിയെപ്പോലെ അജു തെല്ലൊരു നിരാശ കലർന്നൊരു ചിരിയോടെ അബിയുടെ തോളിൽ മെല്ലെ ഒന്ന് തട്ടിക്കൊണ്ട് അവൻ്റെ റൂമിലേക്ക് കയറി.
അബിയുടെ ശ്രദ്ധ പക്ഷേ അടുക്കളയിലേക്ക് പോയ യാമിയിലായിരുന്നു. മുൻപൊരിക്കൽ തന്നോട് ഈ കാര്യങ്ങളൊക്കെ അച്ഛൻ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും യാമിയോടൊരഭിപ്രായം ചോദിക്കാതെ ഇപ്പോൾ തീരുമാനം ഇവിടെ അറിയിക്കേണ്ടിയില്ലായിരുന്നു എന്നവന് തോന്നി. അവളോട് സംസാരിക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ടവൻ മെല്ലെ അടുക്കളയിലേക്ക് ചെന്നു. വിഷമിക്കേണ്ട, സച്ചുവേട്ടൻ എന്തെങ്കിലും ഒരു വഴി കാണും യാമി. പാത്രം കഴുകുന്ന സിങ്കിൽ നിന്നും തൻ്റെ കണ്ണുനീർ മറയ്ക്കാൻ മുഖമൊന്ന് കഴുകി തിരിഞ്ഞ യാമയോടായി കുഞ്ഞോൾ വല്ലൈമയോട് പറഞ്ഞു. യാമി, പെട്ടെന്നാണ് അബി അവളെ വിളിച്ചത്. യാമിയും കുഞ്ഞോളും ഒരുപോലെ അവനെ നോക്കി. അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് ടെൻഷനായി അല്ലേ? അബി വല്ലായ്മ നിറഞ്ഞൊരു ചിരിയോടെ അവളെ നോക്കി ചോദിച്ചു. യാമി അവനെ നോക്കി ഒരു മറുചിരി നൽകാൻ ഏറെ കഷ്ടപ്പെട്ടു പോയി. അവളോട് ഇനി എന്ത് പറയും എന്നൊരു വല്ലായ്മയിൽ അബിയും നിന്നു. അവൻ്റെ മുഖം കാണെ കുഞ്ഞോൾക്കും അവൻ്റെ ആ വല്ലായ്മ മനസ്സിലായി. യാമിക്കും ശിവയ്ക്കും ഇടയിൽ സംഭവിച്ചതെല്ലാം അബിയേട്ടനോട് പറഞ്ഞാലോ എന്നൊരാലോചനയോടെ അവൾ നിന്നെങ്കിലും എന്തും സച്ചുവിനോടൊന്ന് ചോദിച്ചിട്ട് മതി എന്നവൾക്ക് തോന്നി. യാമി, വാടോ, നമുക്കൊന്ന് നടന്നിട്ട് വരാം. ഏറെ മടിയോടെ അബി അവളെ വിളിച്ചുകൊണ്ട് മെല്ലെ അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങി. ചെല്ലെ, അബിയേട്ടൻ പാവ. കൂടെ പോകണോ വേണ്ടേ എന്ന് മടിച്ചു നിൽക്കുന്ന യാമിയെ നോക്കി പറഞ്ഞുകൊണ്ട് കുഞ്ഞോള് മെല്ലെ അവളുടെ റൂമിലേക്ക് നടന്നു. എന്തായാലും അബിയോട് സംസാരിക്കുന്നത് നല്ലതെന്ന് യാമിക്കും തോന്നി. വേണ്ടാത്ത മോഹങ്ങളൊന്നും ആ മനസ്സിൽ വന്നുകൂടാ. യാമി മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതും കണ്ടു മതിലിനരികിൽ അവളെ കാത്തു നിൽക്കുന്ന അബിയെ. യാമി മെല്ലെ അവൻ്റെ അടുത്തേക്ക് നടന്നു. പെട്ടെന്ന് കേട്ടപ്പോൾ ഷോക്കായല്ലേ? അരികിലേക്ക് വരുന്നവളെ നോക്കി ചെറു ചിരിയോടെ ചോദിച്ചു കൊണ്ടവൻ മെല്ലെ മുന്നോട്ട് നടന്നു. മുകളിലെ നിലയിൽ ബാൽക്കണിയിലിരുന്ന് അസ്വസ്ഥതയോടെ സിഗരറ്റ് പുകച്ചു നിന്നവൻ ആ കാഴ്ച ശരിക്കും കണ്ടു. ഈ ബന്ധം ശരിയാകുമോ? അവൻ സ്വയം ചോദിച്ചു. അതേ നിമിഷം തന്നെ മുമ്പൊരിക്കൽ യാമി അവനോട് പറഞ്ഞതും അവന് ഓർമ്മ വന്നു. എനിക്ക് അബേട്ടനെ പോലെ സീറ്റായിട്ടുള്ള ഒരാളെ മതി. അവൾക്കിഷ്ടപ്പെട്ടൊരു ബന്ധമാണെങ്കിൽ താൻ എന്തിനു കൂടുതൽ ചിന്തിക്കണം? അവൾക്കിഷ്ടപ്പെട്ട ജീവിതം ലഭിക്കാൻ താൻ കെട്ടി വലിച്ചെറിഞ്ഞൊരു താലിച്ചരട് തടസ്സമാവണോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ അബിയേട്ടൻ ഈ തീരുമാനം നേരത്തെ അറിയാമായിരുന്നോ? അബിയുടെ ചോദ്യം കേൾക്കെ യാമി ഒരമ്പരപ്പോടെ അവനെ നോക്കി ചോദിച്ചു. അങ്ങനെ ചോദിച്ചാ അച്ഛൻ പറഞ്ഞ വക്കീലില്ലേ, ആളോട് സംസാരിച്ച ശേഷം അച്ഛൻ എന്നോട് ചോദിച്ചു വിവാഹം നോക്കട്ടെ എന്ന്. ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങനൊരു ചോദ്യം വന്നപ്പോൾ പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴാ പറഞ്ഞത് അവൻ ഇനി യാമിയുടെ പിന്നാലെ അവകാശം പറഞ്ഞു വരാതിരിക്കാൻ യാമിയുടെ വിവാഹം കഴിയേണ്ടതുണ്ടെന്ന്. പറ്റില്ലെന്ന് പറയാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു. നേർത്തൊരു ചിരിയോടെയാണ് അബി അവളോട് കാര്യങ്ങൾ പറയുന്നത്. എല്ലാം കേട്ടുകൊണ്ട് യാമി അവനൊപ്പം പതിയെ നടന്നു. ഞാൻ അബിയേട്ടൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, യാമി വളരെ പതുക്കെ പറഞ്ഞു. അറിയാം, യാമിയെ ഞാനും ഇന്നേ വരെ ആ രീതിയിൽ കണ്ടിട്ടില്ല. പക്ഷേ നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയും എന്നൊരു വിശ്വാസമുണ്ട്. നമുക്ക് നോക്കാടോ, ചിലപ്പോൾ നമുക്ക് നല്ലൊരു കപ്പിൾസ് ആവാൻ കഴിഞ്ഞാലോ? അബി ഒരു തമാശ പോലെ ചോദിച്ചതും യാമി ഇനിയെന്ത് പറയുമെന്നറിയാതെ പോയി. എനിക്കറിയാം എന്നെ സഹായിക്കാൻ അബിയേട്ടനും അങ്കിളും ഒക്കെ ശ്രമിക്കുന്നതെന്ന്. പക്ഷേ എനിക്കിപ്പോൾ തന്നെ ഒരു വിവാഹമൊന്നും വേണ്ട അബിയേട്ടാ. യാമി അബിയുടെ കയ്യിൽ പിടിച്ച് അത്രയും ദയനീയമായി പറഞ്ഞു. താനെന്തിനാടോ ഇത്ര ടെൻഷനാവുന്നത്? ദേ നോക്ക്, അച്ഛനിപ്പോൾ പറഞ്ഞത് എൻഗേജ്മെൻറ്റ് നടത്താമെന്നാ, അല്ലാതെ വിവാഹമല്ല. പെട്ടെന്നൊരു വിവാഹത്തിന് ഞാനും ഒരുക്കമല്ല. നമുക്ക് തമ്മിൽ ഒന്നിച്ചു പോകാൻ കഴിയുമെങ്കിൽ മാത്രം നമ്മൾ വിവാഹത്തിൽ എത്തിച്ചേർത്തുള്ളൂ. നിശ്ചയമൊക്കെ കഴിഞ്ഞോട്ടെ, നമുക്കിതുപോലെയൊക്കെ അങ്ങ് മുന്നോട്ട് പോവാം. നമ്മൾ തമ്മിൽ ഒട്ടും സെറ്റാവില്ല എന്നോ എനിക്കും തനിക്കും തുറന്നു പറയാൻ വിവാഹത്തിൻ്റെ തലേ ദിവസം വരെ ടൈമുണ്ട്. അതുപോരെ? അബി ഏറെ സൗഹൃദപരമായി തന്നെ പറഞ്ഞതും ഇനിയൊന്നും പറയാനില്ല എന്ന അവസ്ഥയിലായിരുന്നു യാമി. ഇപ്പോൾ താൻ കുറച്ചൊക്കെ ഓക്കെ ആയില്ലേ? അബി ചിരിയോട് ചോദിച്ചതും യാമി അവനെ നോക്കി വല്ലായ്മയോടെ തിരികെ ചിരിച്ചു. എന്നാൽ നമുക്ക് തിരികെ പോയാലോ? അബി കൂടുതൽ ഭംഗിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് യാമി തങ്ങളിപ്പോൾ എവിടെയാ എന്ന് പോലും ശ്രദ്ധിക്കുന്നത്. തേക്കിൻകാട് കഴിഞ്ഞ് പുഴവക്കിലെത്താറായിരിക്കുന്നു. ഇത്രയും ദൂരം തങ്ങൾ ഒരുമിച്ച് നടന്നോ? അവളൊരു പകപ്പോടെ ഓർത്തു. പോകാം. പിന്നെ പെട്ടെന്ന് അവൾ മറുപടി പറഞ്ഞു. തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ അബിയും യാമിയും തീർത്തും മൗനത്തിലായിരുന്നു. രണ്ടുപേരുടെ ഹൃദയം ഉഴറുന്നത് അവരവരുടെ പ്രണയത്തെ ഓർത്തായിരുന്നു. ഒരിക്കലും സ്വന്തമായില്ലെന്ന് ഹൃദയം പറയുന്ന അവരുടെ പ്രണയത്തെ ഓർത്ത്. അബിയേട്ടാ, വീട്ടിലേക്ക് തിരികെ കയറാനായതും യാമി അവനെ പെട്ടെന്ന് വിളിച്ചു. അബി സംശയത്തോടെ അവളെ തിരിഞ്ഞു നോക്കി. ഞാൻ ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ അബിയേട്ടന് വിഷമാവോ? യാമി നെഞ്ചിരിപ്പോടെ ചോദിച്ചു. പിന്നില്ലേ,
ഇത്രയും നല്ലൊരു ഭാര്യയെ മിസ്സായാൽ ആർക്കാ വിഷമാവാത്തത്? അഭി അവളെ നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് രണ്ട് കണ്ണും ചിമ്മിയതും അവൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാതെ യാമി വല്ലാത്തൊരു ഊരാക്കുടുക്കിൽ പെട്ടതുപോലെയായി. അഭി മെല്ലെ അകത്തേക്ക് കയറിപ്പോയതും യാമി ഉഴറിയ മനസ്സോടെ നേരെ ചെന്നത് ശിവയുടെ റൂമിലേക്കായിരുന്നു. എന്തൊക്കെയോ തരം വീർപ്പുമുട്ടലുകളോടെ ശിവയുടെ റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതേ കാണുന്നത് ബെഡിലിരുന്ന് ഫോൺ നോക്കിയിരിക്കുന്നവനെയാണ്. എന്താടി മാമി, റൂമിലേക്ക് കയറുമ്പോൾ ചോദിക്കലും പറച്ചിലും ഒന്നുമില്ലേ? ഒരു മുന്നറിയിപ്പും തരാതെ റൂമിലേക്ക് കയറിയവളെ കാണാൻ ശിവ അലസമായി ചോദിച്ചു. അവൻ്റെ ശ്രദ്ധ മുഴുവൻ കയ്യിലെ ഫോണിലേക്കാണ്. നീ എന്നെക്കുറിച്ച് എന്താ കരുതിയിരിക്കുന്ന ശിവ? ഒന്ന് പറഞ്ഞേ. താഴെ അത്രയും വലിയൊരു കാര്യം നിന്റെ അച്ഛൻ പറഞ്ഞിട്ടും നിനക്കൊന്നും പറയാൻ തോന്നിയില്ലേ? റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്തവൾ അത്രമേൽ ദേഷ്യത്തോടെ അവൻ്റെ അടുത്ത് വന്നിരുന്ന് ചോദിച്ചതും ശിവയുടെ പുരുകം സംശയത്തോടെ ചുളിഞ്ഞു. എനിക്കെന്ത് പറയാൻ? എൻ്റെ കല്യാണമാണ് ആടെ ഉറപ്പിച്ചത്. നിൻ്റെയല്ലേ, അത് ഞാനെന്ത് പറയാൻ? ശിവ തെല്ലിച്ചൊടിയോടെ തന്നെ അവളെ നോക്കി ചോദിച്ചു. നീ പറയാതെ പിന്നെ? എൻ്റെ ഗതികേട് കാരണം ഒരിക്കൽ നിനക്ക് താലി കെട്ടാനായി നിന്നു. ഇനി ഞാൻ നിൻ്റെ അനിയന് താലി കെട്ടാനും നിന്നു കൊടുക്കണോ? പറ, അതാണോ നിൻ്റെ മനസ്സിൽ? ഇത്രയൊക്കെ നടന്നിട്ടും അതൊന്നും ഒന്നുമല്ലെന്ന പോലെ നിൽക്കുന്നവനെ കാണെ അവൻ്റെ കവളിൽ ദേഷ്യത്തോടെ ഒന്ന് തൂണ്ടിക്കൊണ്ടവൾ ചോദിച്ചതും ശിവയാകെ വല്ലാത്തൊരു ഭാവത്തിൽ അവളെ നോക്കി. പറയടാ, ഞാൻ നിന്നു കൊടുക്കണോ അതിന്? യാമി കണ്ണു നിറച്ചും അത്രയും ദേഷ്യത്തോടെ ചീറി. ഇതൊന്നും ഞാൻ നിന്നോട് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. അവനെ കെട്ടണമെന്ന് നിന്നോട് ഞാനാണ് ആവശ്യപ്പെട്ടത്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കെട്ടുപെണ്ണ്, ഇല്ലെങ്കിൽ പറ്റില്ലെന്ന് പറ. അത് പറയാതെ എൻ്റെ അമ്മയ്ക്കിട്ട് കയറാൻ വന്നിട്ടെന്തിനാ? നീ എന്താ ശിവ ഇങ്ങനെ? എനിക്ക് പോകാനൊരിടമില്ല. ആപത്ത് സമയത്ത് സഹായിച്ചതും കൂടെ നിർത്തിയതും നിൻ്റെ അച്ഛനാ. ഇപ്പോഴും ശ്രമിക്കുന്നതും അതിനാ. എങ്ങനെയാണ് ഞാൻ ആ മനുഷ്യനോട് എനിക്ക് പറ്റില്ലെന്ന് പറയാ? ഇനി പറ്റില്ലെന്ന് പറഞ്ഞാൽ തന്നെ കാരണം തിരക്കില്ലേ? അഭിയേട്ടനെ പോലൊരാൾക്ക് എന്ത് കുറ്റമാണ് ഞാൻ പറയാ? യാമി മറ്റെല്ലാം മറന്ന് അവൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു പോയി. ശിവയ്ക്കാകെ എന്തോ പോലെയായി. ഒരേ സമയം ദേഷ്യവും അസ്വസ്ഥതയും മനസ്സിൽ നുരഞ്ഞു പൊന്തി. നീ ഇങ്ങനെ കരയാൻ മാത്രം ഒന്നുമില്ല വേണേ. നിനക്ക് പറ്റില്ലെന്ന് പറ. കാരണം പറയാൻ സൗകര്യമില്ലെന്ന് പറ. പ്രശ്നം തീർന്നില്ലേ? ശിവ ഒരു തരം വീർപ്പുമുട്ടലോടെ അവളോട് പറഞ്ഞു. അതിന് നീയല്ല ഞാൻ. യാമി കത്തുന്നൊരു നോട്ടത്തോടെ അവനെ നോക്കി. അല്ലെങ്കിൽ നന്നായിപ്പോയി. യാമിയുടെ ആ ഡയലോഗ് ശിവയ്ക്ക് തീരെ പിടിച്ചില്ല. ആ അതെ, എല്ലാം നന്നാക്കി തരുന്നുണ്ട് ഞാൻ നിനക്ക്. ദേ നോക്ക്, നീ എന്ത് ചെയ്താലും വേണ്ടില്ല ഈ വിവാഹം മുടങ്ങണം. നീ തന്നെ മുടക്കണം. ഇല്ലെങ്കിൽ ഞാൻ പറയാം എൻ്റെ വിവാഹം ഒരിക്കൽ കഴിഞ്ഞതാണെന്നും ഭർത്താവ് ആരാണെന്നും. മുഖം അമർത്തി തുടച്ചൊരു വീറോടെ അവൾ പറഞ്ഞതും ശിവ അവളെ അത്രയും രൂക്ഷമായി നോക്കി. നീ പറയോ? ശിവ മൂർച്ച ഏറിയൊരു നോട്ടത്തോടെ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. പറയും. യാമി മുഖം വീണ്ടും ഒന്ന് തുടച്ചുകൊണ്ട് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തു നിന്ന് നടക്കാൻ ഒരുങ്ങിയതും ശിവ അവളുടെ കയ്യിൽ പിടിച്ച് തിരിക്കുന്നതിനൊപ്പം അവളെ അവൻ്റെ അടുത്തേക്ക് വലിച്ചു നിർത്തിയത് വളരെ പെട്ടെന്നായിരുന്നു. യാമി വല്ലാത്തൊരു പകപ്പോടെ അവനെ നോക്കി. എന്നാ പോയി പറയടി, ഇപ്പം തന്നെ പോയി പറ, കാണട്ടെ ഞാൻ. അത്രയും ഉറക്കമേറിയൊരു സ്വരത്തിൽ ചോദിക്കുന്നതിനൊപ്പം പിന്നിലേക്ക് മടക്കി പിടിച്ച യാമിയുടെ കൈ ഞെരിച്ചുകൊണ്ട് അവളെ വല്ലാതെ നോച്ചു. ശിവ വിട്ടെ, നെഞ്ചിൽ മുറിവുള്ളതാ, വിട്. അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു പോകുന്നവൾ ആ മുറിവിലേക്ക് നോക്കി ആവലാതിയോടെ പറഞ്ഞു. പോയി പറ, ഞാനാ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതെന്ന്. ശിവ അവളെ കൂടുതൽ ശക്തമായി അവനിലേക്ക് അടുപ്പിച്ചതും യാമിയുടെ മാറിടം അവൻ്റെ നെഞ്ചോരം ആ മുറിവിൽ കൃത്യമായി അവർന്നു. ശിവ വേണ്ട, അല്ലേലേ പനിക്കുന്നുണ്ട്. ഇങ്ങനെ മുറിവ് വലിഞ്ഞ വിട്ടെ. യാമി കണ്ണു നിറച്ചുകൊണ്ട് അവനിൽ നിന്നും അകലാൻ ശ്രമിച്ചു. എന്നാൽ എങ്ങനെയും പിടിവിടില്ലെന്ന വാശിയിൽ ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നു അവൻ. ഇതൊന്നും നീ നോക്കണ്ട. പിന്നെ ഞാൻ പറയുന്നത് വ്യക്തമായി കേട്ടോ. എൻ്റെ വിവാഹമല്ല തീരുമാനിച്ചത്, നിൻ്റേതാണ്. നിനക്ക് ഇഷ്ടമല്ല എന്നാണെങ്കിൽ മറ്റാരെക്കുറിച്ചും നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. താല്പര്യമില്ലെങ്കിൽ ഇല്ലാന്നും ഉണ്ടെങ്കിൽ ഉണ്ടെന്നും പറയാനുള്ള നാവ് നിനക്കില്ലേ? അല്ലാതെ അവരെന്ത് കരുതും ഇവരെന്ത് കരുതും എന്നൊക്കെ നോക്കി വാ തുറന്നൊന്നും പറയാതെ എന്നെ വന്ന് വിരട്ടി നിൻ്റെ കാര്യം നേടാ എന്നൊന്നും കരുതണ്ട. ഞാനൊരു കോപ്പും ചെയ്യില്ല. നിനക്ക് വേണ്ടത് നീ തന്നെ ചെയ്യ്. പിന്നെ ഇങ്ങനൊരു ഭീഷണിക്ക് മുന്നിലോട്ട് മുട്ടുമടക്കുന്നവനല്ല ഈ ശിവരുത്. അതെൻ്റെ മോളും മനസ്സിലാക്കുന്നത് നല്ലതാ. കേട്ടോടി മാമി. യാമിയുടെ കയ്യിലെ പിടിവിട്ട് ശക്തമായൊന്ന് മുറുക്കിക്കൊണ്ട് ശിവ പറഞ്ഞു നിർത്തിയതും യാമി അവനെ നുറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെ നോക്കി. ഒരക്ഷരം മിണ്ടാതെ തൻ്റെ കണ്ണിലേക്ക് ഉറ്റി നോക്കി നിൽക്കുന്നവളെ ശിവയും ദേഷ്യത്തോടെ തന്നെ നോക്കി. ഏറെ നേരം കണ്ണിമ ചിമ്മാതെ വിതുമ്പുന്ന ചുണ്ടുകൾ കടിച്ചു പിടിച്ച് ദേഷ്യത്തോടെ അവനെ നോക്കി നിന്നതല്ലാതെ യാമി ഒന്നും മിണ്ടിയില്ല. ആ പെണ്ണിൻ്റെ ചുവന്നു കലങ്ങുന്ന മുഖവും വിതുമ്പലടക്കാൻ കടിച്ചു പിടിച്ച അതരങ്ങളും കണ്ണുനീർ തുളുമ്പി നിൽക്കുന്ന കണ്ണുകളും അത്രമേൽ തൊട്ടടുത്തു നിന്ന് നോക്കി നിൽക്കെ ശിവയുടെ ദേഷ്യം പതിയെ കുറഞ്ഞു. അവൻ പിടുത്തമിട്ട അവളുടെ കൈത്തണ്ടിൽ പിടി മെല്ലെ അയച്ചു.
എന്നിട്ടും തന്നെ അതേ നിൽപ്പ് നിന്ന് നോക്കുന്നവളെ കാണാൻ അവൻ്റെ കണ്ണുകളൊരു പിടച്ചിലോടെ അവളിൽ നിന്നും നോട്ടം മാറ്റി പെട്ടെന്ന് അവളുടെ മുന്നിൽ നിന്നും തിരിഞ്ഞു നിന്നു. പോ, മേലാൽ ഇമാതിരി ഭീഷണി കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന ഇതായിരിക്കില്ല എൻ്റെ പ്രതികരണം. ശിവ അവളെ നോക്കാതെ പറഞ്ഞുകൊണ്ടൊരു സിഗരറ്റ് എടുത്ത് പുകച്ചു. അത് പറഞ്ഞിട്ടും അവിടുന്ന് അനങ്ങാതെ നിൽക്കുന്നവളെ അറിയേ ശിവ അത്രമേൽ അസ്വസ്ഥതയോടെ അവളെ തിരിഞ്ഞു നോക്കി. യാമി, നിന്നോട് ഞാൻ പോകാൻ പറഞ്ഞു. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇഷ്ടമല്ലെങ്കിൽ അല്ലാന്ന് പോയി പറ. ഞാൻ എന്തായാലും ആരോടൊന്നും പറയില്ല. മുടക്കാൻ നോക്കിയില്ല. അല്ലെങ്കിൽ അവനെന്തോ ഒരു കുഴപ്പം. നിനക്ക് ഇഷ്ടമല്ലേ അവനെ? പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവന് മനസ്സിലാവും. പറ്റുമെങ്കിൽ അവനെ തന്നെ കെട്ടാന്നോ? ശിവ ഒരു തരം പരവേശത്തോടെ എന്നാൽ സ്വാഭാവികത വരുത്തിക്കൊണ്ട് പറഞ്ഞു വന്നതും യാമയുടെ കൈ അവൻ്റെ കാവളിൽ ശക്തിയായി പതിഞ്ഞു കഴിഞ്ഞിരുന്നു. ശിവ വല്ലാത്തൊരു ഞെട്ടലോടെ അവളെ നോക്കി. മരിക്കേണ്ടി വന്നാലും നിന്നോടൊരു സഹായം ഞാനിനി ചോദിക്കില്ല, പോരെ? ശബ്ദം ഇടറിയിട്ടാണെങ്കിലും യാമി അത്രയും രൂക്ഷമായി അവനെ നോക്കി പറയുന്നതിനൊപ്പം ആ റൂമിൽ നിന്നും ഇറങ്ങി നടന്നു. ശിവ ശരിക്കും ആ പെണ്ണിൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടിത്തരിച്ച് നിന്നുപോയി. ഇവൾക്കിത് എന്താണ്? അവൻ അസ്വസ്ഥതയോടെ ഓർത്തു. ചിന്തിക്കുന്തോറും തല പുകഞ്ഞാകെ സമാധാനക്കേട്. സാധാരണ തന്നെ ഒരാൾ തല്ലിയാൽ അയാളെ തിരിച്ചു തല്ലാൻ ഒരു നിമിഷം പോലും വൈകാറില്ല. ഇത് പക്ഷേ ദേഷ്യത്തിനും അപ്പുറം ആ പെണ്ണിൻ്റെ പ്രവൃത്തിയിൽ അവൻ അസ്വസ്ഥനാവുകയാണ് ചെയ്തത്. ആലോചിക്കുന്തോറും തല പെരുത്തുവരെ അവൻ റൂമിൽ നിന്നും ഇറങ്ങി നേരെ താഴെ നടന്ന് അടുക്കളവാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. സച്ചുവിൻ്റെ വീട്ടിലേക്ക് പോകാതെ നേരെ ഏറുമാടത്തിലേക്കാണ് അവൻ പോയത്. അവിടെ ചെന്നൊരു സിഗരറ്റ് പുകച്ചു തുടങ്ങുമ്പോഴേക്കും കുഞ്ഞോൾ പറഞ്ഞറിഞ്ഞാന്ന് തോന്നുന്നു സച്ചുവും അങ്ങോട്ടേക്ക് വന്നു. എന്താടാ വിളിക്കാതെ വന്നത്? സച്ചു അവൻ്റെ അരികിലേക്ക് കയറി ഇരുന്നു കൊണ്ട് ചോദിച്ചു. ശിവ സിഗരറ്റ് ആഞ്ഞു പുകച്ചതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. സച്ചു കൂടുതലൊന്നും ചോദിക്കാതെ കുറേ നേരം ശിവയെ നോക്കി അങ്ങനെ ഇരുന്നു. ഒരു സിഗരറ്റ് കഴിഞ്ഞ് രണ്ടാമതൊന്ന് കയ്യിലെടുത്തവനെ കാണെ സച്ചു പൊടുന്നവനെ അവൻ്റെ കയ്യിൽ നിന്നും സിഗരറ്റ് പിടിച്ചു വാങ്ങി. പ്രശ്നം പറ. സച്ചു തീർത്തും ശാന്തമായൊരു ചോദ്യത്തോടെ അവൻ്റെ തോളിൽ കൈവച്ചു. അവൾക്കെന്തോ പ്രശ്നമുണ്ട്, ശിവ ഒരു തരം വല്ലായ്മയോടെ പറഞ്ഞു. ആർക്ക്? യാമയെക്കുറിച്ചാണ് അവൻ പറയുന്നതെന്ന് മനസ്സിലായെങ്കിലും സച്ചു വെറുതെ ചോദിച്ചു. ആ മാമിക്ക്. വെറുതെ എൻ്റെ നേർക്ക് വരുവാ പെണ്ണ്. അവളുടെ സംസാരം കേട്ടാൻ തോന്നും ഞാൻ അവൾക്ക് കല്യാണം നോക്കുന്നേന്ന്. വെറുതെ അല്ല ശിവ. ശിവ തല കുടഞ്ഞൊരു അസ്വസ്ഥതയോടെ പറഞ്ഞു വന്നതും സച്ചു പെട്ടെന്ന് പറഞ്ഞു. ശിവ തീർത്തും മൗനമായിപ്പോയി. അവൾ നിന്നെ ഭർത്താവായാണ് കാണുന്നത്. അവൾക്ക് ഇഷ്ടമാണടാ നിന്നെ. സച്ചു വളരെ പതുക്കെ ശിവയിൽ നിന്നും ഒരു വലിയ പൊട്ടിത്തെറി പ്രതീക്ഷിച്ചു പറഞ്ഞെങ്കിലും ശിവ തീർത്തും ശാന്തമായി തന്നെ ഇരിക്കുകയാണ്. ഇത്രയും നേരം തൻ്റെ മനസ്സും അത് തന്നെയാണ് പറഞ്ഞത്. അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ശിവ ഒന്നും മിണ്ടാതെ ഏറെ നേരം ഇരുന്നു. എന്തു പറയണം, എങ്ങനെ പെരുമാറണം എന്നറിയാത്തൊരവസ്ഥ. നീ എന്താടാ ഒന്നും പറയാത്തത്? ഞാൻ കാര്യമായിട്ടാടാ പറഞ്ഞേ. അവൾക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്ക് മനസ്സിലായതാ അത്. സച്ചു ശിവയുടെ തോളിൽ മെല്ലെ ഒന്ന് പിടിച്ചുലച്ചുകൊണ്ട് പറഞ്ഞു. എന്തു മനസ്സിലാവാൻ? അതൊന്നുമില്ല. അവൾക്ക് ഈ വിവാഹം ഉറപ്പിച്ചത് ഇഷ്ടമായില്ല. അതിൻ്റെ ഒരു ദേഷ്യം കാണിച്ചതാ, അല്ലാതെ വേറൊന്നുമില്ല. ഹൃദയം അവളുടെ ഇഷ്ടത്തെ തിരിച്ചറിഞ്ഞെങ്കിലും എന്തോ അത് അംഗീകരിക്കാൻ കഴിയാത്ത പോലെ അവൻ എന്തിനോ വാശി പിടിക്കുന്നു. അറിഞ്ഞിട്ടും അറിയാത്തതുപോലൊരു ഭാവം. അതുമാത്രമല്ല, അവൾക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്കുറപ്പാ. അത് നീ വേണോ ഒന്ന് ചോദിച്ചു നോക്ക്. അല്ലെങ്കിൽ വേണ്ട. നിന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ അവൾ. ഒന്നവളെ ശ്രദ്ധിച്ചാൽ മതി. അവൾ പറയാതെ തന്നെ നിനക്ക് മനസ്സിലാവും. സച്ചു അത്രയും കാര്യമായി പറഞ്ഞതും ശിവ കലിയോടെ അവനെ നോക്കി. എന്നെ നോക്കി പേടിപ്പിക്കേണ്ട. ഞാൻ പറഞ്ഞത് സത്യമാണ്. സച്ചു അവനെ നോക്കി തീർത്തു പറഞ്ഞു. സത്യമാണെങ്കിൽ നന്നായിപ്പോയി. അവളവിടെ സ്നേഹിച്ചു നിൽക്കട്ടെ. അതിന് എനിക്കെന്താ? ഞാൻ ആദ്യമേ പറഞ്ഞാ ഇതൊന്നും വേണ്ടാന്ന്. മനുഷ്യൻ്റെ സമാധാനം കളയാൻ ഓരോന്നും വന്നോളൂ. ഡാ, നീ സമ്മതിച്ചാലില്ലെങ്കിലും അവൾ നിൻ്റെ ഭാര്യ. അത് നീ മറക്കരുത്. അവൾ നിന്നെ കാണുന്നതും ആ ഒരു അവകാശത്തോടെയാണ്. അങ്ങനെ ഒരുത്തിയോടാ ഇന്ന് നിൻ്റെ അച്ഛൻ പറഞ്ഞത് ഭർത്താവിൻ്റെ അനിയനെ വിവാഹം കഴിക്കണമെന്ന്. നിന്റെ പാറ പോലത്തെ നെഞ്ചിൽ ഒരു പിണ്ണാക്കും തോന്നിയില്ലെങ്കിലും അവൾക്ക് അങ്ങനെ ആവില്ല. നീ തിരിച്ചവളെ സ്നേഹിക്കാതിരിക്കേ അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ നിന്റെ കൈ കൊണ്ടൊരു താലി ഏറ്റുവാങ്ങിയവൾ നിന്റെ അജുഞ്ചൻ്റെ മുന്നിലും താലി കെട്ടാനായി തല കുനിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ അതൊരു പെണ്ണിനും ചിന്തിക്കാവും പോലെ കഴിയില്ലടാ. കഴിയില്ലെങ്കിൽ വേണ്ട. ഈ വിവാഹം ശരിയാവില്ലെന്ന് അവൾക്ക് അങ്ങ് പറഞ്ഞാൽ പോരെ. ശിവ ഉള്ളിലെ അസ്വസ്ഥത മറച്ചു വെച്ച് നിസ്സാരമായി ചോദിച്ചു. അത്രയ്ക്ക് ചങ്കുറപ്പൊക്കെ കാണിക്കാൻ പറ്റിയ അവസ്ഥയിലാണോടാ ശിവ അവൾ? നീ താലി കെട്ടി കൊണ്ടുവന്ന അവകാശത്തിലൊന്നും അല്ലല്ലോ അവൾ നിന്റെ വീട്ടിൽ കഴിയുന്നത്. നിന്റെ അച്ഛൻ കൊടുത്ത ഔദാര്യമാണ് അവളിപ്പോൾ കഴിയുന്ന ഭക്ഷണവും.
കിടന്നുറങ്ങുന്ന നിൻ്റെ വീടും ഒക്കെ. അപ്പോൾ പിന്നെ എങ്ങനെയാടാ അവളൊരു എതിർപ്പ് പറയാ? ഇനിയിപ്പോൾ പറഞ്ഞാലും നിൻ്റെ അച്ഛൻ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാരണം വേണ്ടേ പറയാൻ? നിനക്ക് വേണ്ടി ആലോചിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ പറയാൻ ഒന്നല്ല 100 കുറ്റങ്ങളുണ്ടായേനെ. നിൻ്റെ അച്ഛൻ അതൊക്കെ അംഗീകരിക്കുകയും ചെയ്യും. ഇത് പക്ഷേ കുറ്റവും കുറവും ഒന്നുമില്ലാത്ത രാജശേഖരൻ്റെ പൊന്നുമോനെയാ അവൾക്ക് വേണ്ടി ആലോചിച്ചിരിക്കുന്നത്. പറയാൻ അവൾക്ക് കുറ്റമില്ലടാ. സച്ചു ഒരു നിശ്വാസത്തോടെ പറഞ്ഞു നിർത്തിയതും ശിവയുടെ മുഖം അങ്ങേയറ്റം ദേഷ്യത്തോടെ വലിഞ്ഞു മുറുകി. പൊടുന്നനെ ഏർമാടത്തിൽ നിന്നിറങ്ങി അവിടെ നിന്നും മുന്നോട്ട് നടന്നു. ഡാ നിൽക്കടാ, നിന്റെ തീരുമാനം പറഞ്ഞിട്ട് പോ. സച്ചുവും അവന് പിന്നാലെ ഏറുമാടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവനൊപ്പം ഓടി. ഇതുവരെ എന്തായിരുന്നോ എൻ്റെ തീരുമാനം അത് തന്നെ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ശിവ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? അവളെ സഹായിക്കാൻ നമ്മളല്ലേ ഉള്ളൂ. നീ എന്തേലും ഐഡിയ പറ, നമുക്ക് ഈ ആലോചന എങ്ങനെയും മുടക്കാം. സച്ചു ഓടി അവനൊപ്പം എത്തിക്കൊണ്ട് പറഞ്ഞു. ഡിവോഴ്സ് എപ്പോൾ കിട്ടും? ശിവ പെട്ടെന്ന് അവനെ നേർക്ക് തിരിഞ്ഞ് കടുപ്പത്തോടെ ചോദിച്ചു. എന്താ? ഡിവോഴ്സ് എപ്പോൾ കിട്ടുമെന്ന് നിനക്ക് ചെവി കേൾക്കില്ലേ? ശിവ വല്ലാത്തൊരു ഗൗരവത്തോടെ ചോദിച്ചു. അത് 6 മാസം കഴിയുമെന്ന് പറഞ്ഞതല്ലേടാ ഞാൻ. ഇനിയും അത് വേണോടാ? അവൾ പാവാടാ. സച്ചു യാമയുടെ ഇന്നത്തെ ആ നിൽപ്പോർത്ത് അലിപോലെ പറഞ്ഞു. പാവമല്ല, 10 പേരെ കൊന്ന് പിടിച്ച് പറിച്ച് എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നീ ഞാൻ പറഞ്ഞ ഡിവോഴ്സിൻ്റെ കാര്യം നോക്ക്, വേറെ വഴിക്കൊന്നും ചിന്തിക്കേണ്ട. ശിവ മുന്നോട്ട് നടന്നുകൊണ്ട് അലസമായി പറഞ്ഞു. ശിവ, നീ കാര്യമായെന്ന് ആലോചിക്കടാ. യാമി നല്ല കുട്ടിയാടാ, നിന്നെ മനസ്സിലാക്കാൻ കഴിയും അവൾക്ക്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. സച്ചു അവന് പിന്നാലെ ചെന്നുകൊണ്ട് പറഞ്ഞു. ആ, ഞാൻ കേൾക്കുന്നുണ്ട്, നീ പറഞ്ഞോ. ശിവ മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. നിനക്കവളെ ഇഷ്ടമല്ലേ? സച്ചു ഉറക്കെ വിളിച്ചു ചോദിച്ചു. അല്ല. ശിവ ഒരു നിമിഷം കാത്തു നിൽക്കാതെ മറുപടിയും പറഞ്ഞു. സച്ചു ഒരു നിശ്വാസത്തോടെ മുന്നോട്ട് നടക്കാനാവാതെ നിന്നുപോയി. ശിവ അതറിഞ്ഞെങ്കിലും മുന്നോട്ട് തന്നെ നടന്നു. സച്ചുവിനെ തിരിഞ്ഞു നോക്കിയതേയില്ല. അടുക്കള വഴി വീട്ടിലേക്ക് കയറിയതേ കണ്ടു ഹാളിൽ എല്ലാവരും ഒപ്പമിരുന്ന് കോഫി കുടിക്കുന്നത്. അച്ഛനും അമ്മയും അബിയും അജുവും കുഞ്ഞോളും എല്ലാവരും. കുഞ്ഞോളിരിക്കുന്നതിനോട് ചേർന്ന് തന്നെ യാമിയും ഇരിക്കുന്നത് അവൻ അലസമായെന്ന് ശ്രദ്ധിച്ചു. അബദ്ധത്തിൽ പോലും തന്നെ നോക്കരുത് എന്നൊരു വാശിയിലാണ് അവളുടെ ഇരിപ്പ്. അവളുടെ ആ ദേഷ്യം ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അവന് മനസ്സിലായി. നീ വയ്യാതെ എങ്ങോട്ട് പോയതാ ശിവ? ശിവയെ കണ്ടതും സുഭദ്രാമ്മ അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ശിവ മറുപടിയൊന്നും പറയാതെ അമ്മയൊന്നും നോക്കിക്കൊണ്ട് അവൻ്റെ റൂമിലേക്ക് നടന്നു. എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ വരെ നിനക്ക് വയ്യ. നീ എന്താ ശിവ ഇങ്ങനെ? സുഭദ്രാമ്മ സങ്കടത്തോടെ അവന് പിന്നാലെ ചെന്നു. ഞാനിങ്ങനെയാണെന്ന് അമ്മയ്ക്ക് ഇന്നും ഇന്നലെയും മനസ്സിലായതല്ലല്ലോ, ആണോ? ശിവ അമ്മയെ നോക്കി ഒരു ഈർഷ്യത്തോടെ ചോദിച്ചതും സുഭദ്രാമ്മ ഒരു നെടുവീർപ്പോടെ ശേഖരനെ ഒന്ന് നോക്കി. രുദ്ര. ശേഖരൻ അവനെ എന്തോ പറയാനെന്നോണം ഗൗരവത്തോടെ വിളിച്ചു. ശിവ അലസമായി അച്ഛനെ ഒന്ന് നോക്കി. നിന്റെ കൂട്ടുകാരനോട് പറഞ്ഞ് അടുത്ത ദിവസം തന്നെ വീട്ടുകാരെ കൂട്ടി ഇങ്ങോട്ട് ഇറങ്ങാൻ പറ. 2 നിശ്ചയം അടുത്ത ആഴ്ച തന്നെ നടത്തണം. ശേഖരൻ കാര്യമായി പറഞ്ഞതും ശിവയുടെ പെരുവിരൽ നിന്നൊരു ദേഷ്യം അരിച്ചിറങ്ങി. പക്ഷേ ആ ദേഷ്യം അതെന്തിനെന്ന് അവന് മനസ്സിലായില്ല. പറയില്ലേ? മറുപടി പറയാതെ നിൽക്കുന്നവനെ കാണെ ശേഖരൻ പിന്നെയും ചോദിച്ചു. കുഞ്ഞോളോട് പറഞ്ഞാൽ മതി, അവൾ അവനെ വിളിച്ച് പറഞ്ഞോളും. ശിവ അല്പം ഇഷ്ടക്കേടോടെ പറയും പോലെ പറഞ്ഞുകൊണ്ട് റൂമിലേക്കുള്ള പടികൾ കയറിയതും കുഞ്ഞോൾ കുടിച്ചുകൊണ്ടിരുന്ന കോഫി നെറുകയിൽ കയറി ചുമച്ചുപോയി. ശേഖരൻ പക്ഷേ അപ്പോഴും നോക്കിയത് റൂമിലേക്ക് കയറി പോകുന്ന ശിവയായിരുന്നു. അച്ഛൻ വഴക്ക് പറയുമോ എന്ന പേടിയിൽ അച്ഛനെ നോക്കുന്നവളെ അബി ഒരു കളിയാക്കി ചിരിയോടെ നോക്കിയെങ്കിൽ അജുവിൻ്റെ കണ്ണുകളിൽ പക്ഷേ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്നൊരു വെപ്രാളമായിരുന്നു. യാമിയെ അബിക്ക് കൊടുക്കാൻ പറ്റില്ല, അവളെ തനിക്ക് തന്നെ സ്വന്തമാക്കണം. അവൻ ഏറെ നിരാശഭാവത്തിൽ അവർക്കിടയിൽ നിന്ന് എഴുന്നേറ്റ് മെല്ലെ റൂമിലേക്ക് നടന്നു. അവൻ്റെ ഉദ്ദേശം പോലെ തന്നെ ഒന്നും പറയാതെയുള്ള അജുവിൻ്റെ ആ പോക്ക് അബി ശ്രദ്ധിക്കുകയും ചെയ്തു. അജു. അബി അവന് പിന്നാലെ റൂമിലേക്ക് ചെന്നു. എന്താടാ, എന്തു പറ്റി? നിനക്കെന്താ ഒരു മൂഡൗട്ട് പോലെ? നേരത്തെ നടന്നതൊക്കെ ആലോചിച്ചിട്ടാണോ? അബി ചോദ്യത്തോടെ അജുവിൻ്റെ അരികിലേക്ക് ചെന്നു. ഏയ് ഒന്നുമില്ലടാ. അജു ഒരു നിരാശയിൽ മുങ്ങിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അല്ല, എന്തൊക്കെയോ ഉണ്ട്. എനിക്കറിയില്ല നിന്നെ. നേരത്തെ നടന്നത് ആലോചിച്ചാണെങ്കിൽ പോട്ടെടാ, അവളൊത്തിരി ആഗ്രഹിച്ചതല്ലേ. എതിർത്ത് നിന്നെങ്കിലും ശരിക്കും ഞാനും ആഗ്രഹിച്ചിരുന്നു അച്ഛനാ ബന്ധം സമ്മതിച്ചിരുന്നെങ്കിലെന്ന്. അബി നേർത്തൊരു ചിരിയോടെ അജുവിൻ്റെ തോളിൽ മെല്ലെ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഏയ് അതൊന്നും അല്ലടാ, അവൾ എൻ്റെയും കൂടെ പെങ്ങളല്ലേ. ഞാനും അങ്കിളിന് ഇഷ്ടമല്ലെങ്കിലോ എന്നോർത്ത് അത്രയും പ്രശ്നം ഉണ്ടാക്കിയേ.
അല്ലാതെ അവരൊന്നിക്കുന്നതിൽ എനിക്കെന്താ? അജു നിരാശഭാവം കൈവെടിയാതെ അത്രയും നല്ലവനെ പോലെ പറഞ്ഞു. പിന്നെ എന്താടാ നിനക്കൊരു വിഷമം പോലെ? എന്നോട് പറയടാ, അഭി സ്നേഹത്തോടെ ചോദിച്ചു. ഒന്നുമില്ലടാ, നീ ചെല്ല, നല്ല തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അജു അവനിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതായി ഭാവിച്ചുകൊണ്ട് പറഞ്ഞതും അഭി കൂടുതൽ സംശയത്തോടെ അവനെ കുറച്ചു നേരം നോക്കി നിന്നു. പിന്നെ മെല്ലെ ആ റൂമിൽ നിന്നും ഇറങ്ങി അവൻ്റെ റൂമിലേക്ക് നടന്നു. സ്വന്തം റൂമിലേക്ക് നടന്നവൻ ശിവയുടെ റൂമിനരികിലെത്തിയതും മെല്ലെ ഡോർ തുറന്ന് അകത്തേക്കൊന്ന് നോക്കി. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുറിവിൽ കെട്ടിവെച്ച് കെട്ടഴിക്കുകയാണ് അവൻ. നീ എന്താ രുദ്ര കാണിക്കുന്നത്? അത് അഴിക്കാനൊന്നും ആയിട്ടില്ല. അഭി ഒരു ആദിയുടെ റൂമിലേക്ക് കയറി അവൻ്റെ അടുത്തേക്ക് വന്നു. ശിവ അവൻ്റെ ചോദ്യം കേട്ടെങ്കിലും ഒന്നും മിണ്ടാതെ ചെയ്യുന്ന ജോലി തുടർന്നു. അവൻ്റെ മുഖമൊക്കെ ആകെ മൂടിക്കെട്ടിയ പോലെയാണുള്ളത്. പക്ഷേ താൻ എന്തിനാണിങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നതെന്നും അവൻ അറിയില്ല. അത് അഴിക്കാനായിട്ടില്ല രുദ്ര, അഭി അവൻ്റെ മുന്നിലേക്ക് വന്ന് പറഞ്ഞു. ശിവ അത് വക വയ്ക്കാതെ മുറിവിലെ കെട്ടയച്ച് മാറ്റിയതും കണ്ടു ഒരു കൈപ്പത്തിയുടേക്കാൾ നീളത്തിൽ ചുവന്ന നിറത്തിൽ തുന്നിക്കെട്ടിയ ആ മുറിവ്. മരുന്നുണ്ടോ വിൽക്കാൻ? അഭി ചോദിച്ചു. ശിവ അതിനും ഒന്നും മിണ്ടിയില്ല. പകരം മേശവാലിപ്പിൽ നിന്നും ഓയിൽമെൻ്റ് എടുത്ത് കണ്ണാടിക്ക് മുന്നിൽ തന്നെ വന്ന് നിന്നുകൊണ്ട് മുറിവിൽ പുരട്ടാൻ തുടങ്ങി. ഞാൻ തേച്ച് തരാം. അഭി അവൻ്റെ കയ്യിൽ നിന്നും ഓയിൽമെൻ്റ് വാങ്ങാനായി തുനിഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്കാരുടെയും സഹായമൊന്നും വേണ്ട, ശിവ ഇത്തിരി കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ തട്ടി മാറ്റി. നീ എന്താടാ ഇങ്ങനെ? എന്തിനാ ഇത്ര ദേഷ്യം? അച്ഛനും അമ്മയ്ക്കും ഒക്കെ നിൻ്റെ ഈ പെരുമാറ്റം എത്ര വിഷമം ഉണ്ടാക്കുന്നതെന്നറിയോ? അഭി ഒരു തരം വല്ലായ്മയോടെ ചോദിച്ചു. എൻ്റെ പെരുമാറ്റത്തെ ഓർത്ത് ദുഃഖിക്കാൻ മാത്രം ബന്ധമൊന്നും ശിവരുദ്ധും രാജശേഖരൻ മുതലാളും തമ്മിലില്ലെന്ന് ഇവിടെ എല്ലാവരെക്കാളും നന്നായി നിനക്കറിയില്ലേ? ശിവ സ്വയം പരിഹസിച്ച് ചുണ്ടുകൂട്ടിയൊരു ചിരിയോടെ ചോദിച്ചു. രുദ്ര, അഭി അത്രമേൽ ദയനീയതയോടെ അവനെ നോക്കി. കൂടുതലൊന്നും പറയിപ്പിക്കാതെ പോകാൻ നോക്കബി. ഞാൻ ആരുടെ കാര്യവും നോക്കി ഒന്നിനും വരുന്നില്ല. എൻ്റെ കാര്യവും നിങ്ങളാരും നോക്കണ്ട. ശിവ അത്രയും കനത്ത സ്വരത്തിൽ തീർത്തും അലസമായി പറഞ്ഞതും അഭി ഒരക്ഷരം മിണ്ടാതെ അവന് കുറച്ചു നേരം നോക്കി നിന്നു. പിന്നെ ആ റൂമിൽ നിന്നും ഇറങ്ങി നടന്നു. ശിവ പ്രത്യേക ഭാവമാറ്റം ഇല്ലാതെ അവൻ്റെ ജോലി തുടർന്നു. മരിക്കേണ്ടി വന്നാലും നിന്നോടൊരു സഹായം ചോദിച്ചു ഞാൻ വരില്ല, പോരെ? മനസ്സിൽ ഇപ്പോഴും യാമയുടെ വാക്കുകൾ അസ്വസ്ഥതയോടെ കേട്ടുകൊണ്ടിരുന്നു. എന്തിനാണ് അവൾ പറഞ്ഞ വാക്കുകളും അവളുടെ അപ്പോഴത്തെ കണ്ണുകളും മുഖവുമെല്ലാം താൻ ഇങ്ങനെ ഓർക്കുന്നത്? ശിവ വല്ലാത്തൊരു ഈർഷ്യത്തോടെ ഓർത്തു. പിന്നെ ചിന്തകൾ പല വഴിക്കും തിരിക്കാൻ ഓരോന്ന് ചെയ്തെങ്കിലും ആ പെണ്ണിൻ്റെ കണ്ണുകൾ അവളെ സ്വസ്ഥത നശിപ്പിച്ചു കൊണ്ടേയിരുന്നു. അവന് സ്വയം ദേഷ്യം തോന്നിപ്പോയി. പിന്നെ എന്തോ ഓർത്തുകൊണ്ട് ഫോണെടുത്ത് സച്ചുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. പറയടാ. ആദ്യം കോൾ ബിസിയാണെന്ന് പറഞ്ഞെങ്കിലും പെട്ടെന്ന് അവൻ കോളെടുത്തു. നീ എവിടെയാ? ശിവ ഒരിടത്തും നിൽപ്പുറപ്പിക്കാതെ റൂമിൽ അങ്ങും ഇങ്ങും നടന്നു ചോദിച്ചു. ഞാനെൻ്റെ വീട്ടിൽ. എന്താടാ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല, ഞാൻ വെറുതെ വിളിച്ചതാ, നീ കിടന്നോ? ശിവ അടുത്ത നിമിഷം തന്നെ കോൾ കട്ട് ചെയ്തുകൊണ്ട് ദേഷ്യത്തോടെ ഫോൺ ബെഡിലേക്ക് എറിഞ്ഞു. പെട്ടെന്ന് വിളിച്ച് എവിടെയെന്ന് ചോദിച്ചവൻ്റെ സംസാരം കേൾക്കെ ഇവനിത് എന്ത് പറ്റിയെന്നൊരു ഭാവത്തിൽ സച്ച് തീർത്തവൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. അപ്പോഴേക്കും ശിവ ഒരു സിഗരറ്റ് കത്തിച്ച് പുകച്ചു തുടങ്ങിയിരുന്നു. പറ. കോൾ എടുത്തതും ശിവ അലസമായെന്നപ്പോൾ പറഞ്ഞു. നീ എന്തിനാ വിളിച്ച്? സച്ച് സംശയത്തോടെ ചോദിച്ചു. നീ ഉറങ്ങിയോന്നറിയാൻ. ശിവ സിഗരറ്റ് ആഞ്ഞു വലിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത്? നിനക്ക് എന്താടാ വട്ടായോ? സച്ചു അതിശയത്തോടെ ചോദിച്ചു. വട്ട നിന്റെ തന്തയ്ക്ക്, വെച്ചിട്ട് പോടാ. ശിവ ഹീർഷ്യത്തോടെ കോൾ വീണ്ടും കട്ടാക്കി സിഗരറ്റ് നിലത്തേക്ക് എറിഞ്ഞ് റൂമിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. താനൊന്നും കഴിച്ചില്ലെന്ന് അമ്മ പറയുന്നത് കേട്ടല്ലോ, എന്തു പറ്റി? റൂമിന് പുറത്തേക്ക് വന്നതും അബിയുടെ ഈ ചോദ്യമാണ് ശിവ കേൾക്കുന്നത്. ബാൽക്കണിയിൽ നിന്നാണ് സംസാരം എന്ന് കണ്ടതും ശിവ അങ്ങോട്ടേക്കൊന്ന് നോക്കി. അവിടെ അബിക്കൊപ്പം നിൽക്കുന്ന യാമയെ ശിവ കണ്ടു. രണ്ടുപേരും പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ്. ശിവയുടെ കണ്ണുകൾ അവളെ തന്നെ കുറച്ചു നേരം നോക്കി നിന്നു. അബിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടവൾ. അബി കാര്യമായി എന്തൊക്കെ അവളോട് ചോദിച്ചറിയുന്നുമുണ്ട്. എന്തോ ആ കാഴ്ച കൂടുതൽ നേരം കണ്ടു നിൽക്കാൻ താല്പര്യമില്ലാത്തവനെ പോലെ ശിവ തിരികെ റൂമിലേക്ക് തന്നെ കയറി ഡോർ അടച്ചു. ഹൃദയം പ്രണയത്തെ തിരിച്ചറിഞ്ഞു തുടങ്ങിയോ? അതോ തിരിച്ചറിഞ്ഞിട്ട് മുഖം തിരിക്കുന്നവൻ്റെ ഹൃദയത്തിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണോ അറിയില്ല. പിന്നീടുള്ള 2 ദിവസവും ശിവയുടെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ തൻ്റെ അസ്വസ്ഥതയും ചിന്താക്കുഴപ്പവും ഒന്നും അവൻ ആരോടും പറഞ്ഞില്ല. എന്തിനേറെ സച്ചിനോട് പോലും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കാണുന്നവർക്ക് മുന്നിൽ അവന് മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും മനസ്സുകൊണ്ട് താൻ പഴയതുപോലെയല്ല എന്നാണ് നന്നായി അറിയാമായിരുന്നു.
ആ പ്രശ്നത്തിന് ശേഷം യാമി മനഃപൂർവ്വം അവന് മുന്നിൽ നിന്നും ഒഴിഞ്ഞു മാറി നടന്നു. അത് ശിവയ്ക്ക് മനസ്സിലാവുന്നും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു നോക്ക് കണ്ട അവൾ അറിയാതെ അവളെ ഉറ്റുനോക്കുമെങ്കിലും അവൾ നോക്കി ആ പെണ്ണിനെ കണ്ടില്ലെന്ന ഭാവത്തിൽ നിൽക്കും. നിശ്ചയത്തിൻ്റെ ചർച്ചകൾ തകൃതിയായി നടക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ യാമിക്ക് നെഞ്ച് വല്ലാതെ മിടിക്കും. എങ്ങനെ ഇതിൽ നിന്നും രക്ഷപ്പെടുമെന്ന് അവൾ അത്രയും ടെൻഷനോടെ ഓർക്കും. തനിക്ക് പറ്റില്ല, ഇപ്പം വിവാഹം വേണ്ട എന്ന് വെട്ടിത്തുറന്ന് പറയാനുള്ള ധൈര്യം എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് കിട്ടിയില്ല. രാമച്ചനോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും തൻ്റെ താല്പര്യക്കുറവ് ശിവയുടെ അച്ഛനെ അറിയിക്കാമെന്ന് വെച്ചാൽ തന്നെ അഭിയേട്ടൻ വിവാഹം കഴിക്കുന്നു എന്നറിഞ്ഞ സരസ്വതിയമ്മ നിലത്തൊന്നുമല്ല. ഇടയ്ക്കിടെ വിളിക്കും. അഭിമോൻ്റെ ഓരോ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും അങ്ങനെ ഒന്നും വിടാതെ തന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാം കൂടെ യാമിക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലാണ്. ഇടയ്ക്ക് കുഞ്ഞോളുടെ ഫോണിൽ നിന്നും സച്ച് സംസാരിച്ചിരുന്നു. ശിവയോട് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ്. എന്തോ ശിവയോടുള്ള ദേഷ്യം കാരണം അത് വേണ്ടെന്ന് പറയാനാണ് യാമിക്ക് അപ്പോൾ തോന്നിയത്. അതവൾ പറയും ചെയ്തു. പക്ഷെ ഇപ്പോൾ തോന്നുന്നു എന്തോ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന്. എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഈ നിവൃത്തികേടിൽ തന്നെ ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ. അടുക്കളയിൽ ജോലിയിൽ വരുന്ന സ്ത്രീയുടെ സംസാരം കേട്ട് എന്നാൽ മനസ്സുകൊണ്ടും അതൊന്നും കേൾക്കാതെ ഈ ലോകത്തൊന്നും അല്ലെന്ന പോലെ ഇരിക്കുകയാണ് യാമി. ഈ ബീഫും നെയ്ച്ചോറും കൂടെ എടുക്കുക അല്ലേ മോളെ? ജോലിക്കാരി സ്ത്രീ യാമിയോടെന്നപ്പോൾ പെട്ടെന്ന് ചോദിച്ചപ്പോൾ യാമി ഞെട്ടലോടെ അവരെ നോക്കിയത്. ചേച്ചി എന്താ ചോദിച്ചേ? യാമി ഒരു ഞെട്ടലോടെ അവരോട് ചോദിച്ചു. അത് ശരി, അപ്പം ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ സ്വപ്നം കണ്ടിരിക്കുക അല്ലേ? അവർ ഒരു കളിയാക്കി ചിരിയോടെ അവളെ നോക്കി. ഞാൻ ശ്രദ്ധിച്ചില്ല ചേച്ചി, എന്താ ചോദിച്ചേ? യാമി വല്ലായ്മയോടെ അവരോട് ചോദിച്ചു. കല്യാണം ഉറപ്പിച്ച പെൺകുട്ടികൾക്ക് ഇത്തിരി ശ്രദ്ധക്കുറവൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം മോളെ. ഞാൻ ചോദിച്ചതേ ഈ അപ്പവും പത്രിയൊക്കെ വെച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇത്തിരി നെയ്ച്ചോറും ബീഫ് പാറ്റും കൂടെ വെച്ച് കൊടുക്കട്ടെ എന്ന്. യാമിയെ നോക്കി അതേ കളിയാക്കി ചിരിയോടെ അവർ ചോദിച്ചു. വെക്കാം. യാമി മറുപടി പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കരികിൽ നിന്നും അകത്തേക്ക് നടന്നു. അവിടെ സച്ചുവിൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. ഇന്നേക്ക് 3 നാളാണ് വിവാഹ നിശ്ചയം. യാമിയുടെ പേടിയും അത് തന്നെയാണ്. മോളെ, പാറുണ്ട്. രുദ്രനെ കാണാനായി അവൻ്റെ റൂമിലേക്ക് പോയിട്ട്. മോളൊന്ന് അവനെ ഇങ്ങ് വിളിക്കുവോ? യാമിയെ കണ്ടതും സച്ചുവിൻ്റെ അമ്മ വന്ന് അല്പം സ്വകാര്യമായി യാമിയോട് പറഞ്ഞു. പാറു ശിവയെ തിരിഞ്ഞ് അവൻ്റെ റൂമിലേക്ക് പോയത് അവിടെയുള്ളവർക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്നൊരു ഭയമാണ് അവരുടെ ഉള്ളിൽ. അത് യാമിക്ക് അവർ പറയാതെ തന്നെ മനസ്സിലായി. അന്നത്തെ വഴക്കിന് ശേഷം ശിവയുടെ മുന്നിൽ നേർക്കുനേർ പോയി നിന്നിട്ടില്ല. ഇപ്പോഴും പോകാൻ ആഗ്രഹമില്ല. പക്ഷേ ആ അമ്മ ഒരാദ്യോടെ തന്നോട് സഹായം ചോദിക്കുമ്പോൾ എങ്ങനെയാ പറ്റില്ലെന്ന് പറയാ. അവൾ വല്ലായ്മ നിറഞ്ഞൊരു ചിരിയോടെ പാറുവിനെ വിളിക്കാനായി ശിവയുടെ റൂമിലേക്ക് നടന്നു. ഇത് ഉണങ്ങിത്തുടങ്ങി പെണ്ണെ, ഇങ്ങതാ ഞാൻ പുരട്ടിക്കോളാം. അടങ്ങി നിൽക്കുന്നുണ്ടോന്ന്? ഞാൻ തേച്ച് തരാം. എത്ര ദിവസമായി, ഇപ്പോഴും ചുവന്നാ കിടക്കുന്നത്. ശരിക്കും നോക്കാനിട്ടാ അത്. തുറന്നിട്ട വാതിൽ കടന്ന് ശിവയുടെ റൂമിലേക്ക് കയറിയതും കാണുന്നത് അവൻ്റെ നെഞ്ചിൻ്റെ മുറിവിൽ മരുന്ന് പുരട്ടിക്കൊടുക്കുന്ന പാറുവിനെയാണ്. കണ്ട കാഴ്ചയിൽ യാമിയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞുപോയി. നെഞ്ചിൽ മെല്ലെ ഊതിക്കൊടുത്ത് ചൂണ്ടുവിരൽ മെല്ലെ മരുന്ന് പുരട്ടിക്കൊടുക്കുന്നവൾ, അവൾക്ക് മരുന്ന് തേക്കാനായി അടങ്ങി നിന്ന് കൊടുക്കുന്നവനും. തൻ്റെ സ്നേഹം അവൻ കാണാതെ പോകുന്നത് ഇങ്ങനെ ഒരാൾ ആ ഹൃദയത്തിൽ ഉള്ളതുകൊണ്ടാണോ എന്ന് സംശയിച്ചു പോയി യാമി. മതിയടി, ഇങ്ങോട്ട് താ. ശിവ ഷർട്ട് നേരെയിട്ട് പാറുവിൻ്റെ കയ്യിൽ നിന്നും മരുന്ന് പിടിച്ചു വാങ്ങുമ്പോഴാണ് വാതിൽക്കൽ നിൽക്കുന്ന യാമിയെ കണ്ടത്. കണ്ട മാത്രയിൽ തന്നെ ഭാവമാറ്റമൊന്നുമില്ലാതെ അവൻ്റെ കണ്ണുകൾ അലസുമായി അവളിൽ തങ്ങി നിന്നു. അവൻ നോക്കുന്നത് കണ്ടാണ് പാറു വാതിൽക്കലേക്ക് തിരിഞ്ഞു നോക്കുന്നത്. യാമി ചേച്ചിയായിരുന്നോ? വാ, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? പാറു ചെറു ചിരിയോടെ ചോദിച്ചു. പാറുവിന് താഴെ അമ്മ വിളിക്കുന്നുണ്ട്, പെട്ടെന്ന് വരാൻ പറഞ്ഞു. മറ്റൊന്നും പറയാതെ അത്രമാത്രം ഇത്തിരി കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് യാമി അവർക്ക് മുന്നിൽ നിന്നും തിരിഞ്ഞു നടന്നു. ഈ ചേച്ചിക്കിതെന്താ പറ്റിയേ? കല്യാണം ഉറപ്പിച്ചതിൻ്റെ ഗമയാണോ? പാറു തെല്ലൊരു ചെടിയോടെ ശിവയെ നോക്കി ചോദിച്ചു. ആണോ? യാമി പോയ വഴിയെ നോക്കി നിന്നവൻ കയ്യിലെ മരുന്ന് തിരികെ മേശവാലിപ്പിൽ തന്നെ വെച്ചുകൊണ്ട് ചോദിച്ചു. ആണെന്നാ തോന്നുന്നത്. മറ്റേത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇത് ഗമ തന്നെയാ, പാറു മുഖം വീർപ്പിച്ചുകൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞു. അവളുടെ ഗമ പറഞ്ഞു നിൽക്കാതെ താഴേക്ക് ചെല്ലു പാറു, അമ്മ വിളിച്ചില്ലേ നിന്നെ? ശിവ ഷർട്ടിൻ്റെ മേലത്തെ ബട്ടൺസ് ഇട്ടുകൊണ്ട് അലസമായി പറഞ്ഞു. ശിവേട്ടനും വാ. പാറു അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. ഞാനില്ല, നീ ചെല്ല്. ശിവ അവളുടെ കൈ വിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. വാ ശിവേട്ടാ, അവിടെ ഏട്ടനും അച്ഛനും ഒക്കെ ഉണ്ടല്ലോ, വാ. പാറു അവനെ നിർബന്ധിച്ച് താഴേക്ക് കൊണ്ടുപോയി. ഇനി 2 ദിവസമല്ലേ ഉള്ളത്,
അതുകൊണ്ട് അന്നത്തേക്കുള്ള ഡ്രസ്സും മറ്റും എടുക്കാൻ എല്ലാവരും കൂടെ നാളെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ചായ കുടിക്കാനിരിക്കുന്ന സച്ചുനെയും അവൻ്റെ അച്ഛനെയും അമ്മയും നോക്കിക്കൊണ്ട് സുഭദ്രാമ്മ ഒരു ചിരിയോടെ പറഞ്ഞു. ആ മോള് വന്നോ, വാ ഇരിക്ക്, വന്ന് കഴിക്ക്. ശിവയ്ക്കൊപ്പം ഇറങ്ങി വരുന്ന പാറുവിനെ കണ്ടതും സുഭദ്രാമ്മ നിറഞ്ഞ ചിരിയോടെ അവളെ വിളിച്ച് സച്ചുൻ്റെ അടുത്തേക്കിരുന്നു. നീ ഇരിക്കുന്നോ ശിവ? സുഭദ്രാമ്മ ശിവയെ നോക്കി ചോദിച്ചു. എനിക്കിപ്പോൾ വേണ്ട. ശിവ സച്ചുവിനെയും അച്ഛനെയും ഒന്ന് നോക്കിക്കൊണ്ട് മെല്ലെ സോഫയിലേക്കിരുന്നു. ഒരിക്കൽ ആട്ടിയിറക്കി വിട്ടവരിന്ന് ഇന്നിങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ലെന്നൊരു ഭാവത്തിൽ സൽക്കരിക്കുന്ന തൻ്റെ അമ്മയെ കാണെ ശിവയ്ക്ക് പുച്ഛമാണ് തോന്നിയത്. പുച്ഛം കലർന്ന ആ ചിരിയോടെ തന്നെ അവൻ സിറ്റൗട്ടിലിരിക്കുന്ന ശേഖരനെയും ഒന്ന് നോക്കി. 2 പേരുടെയും നോട്ടം ഒരേ നിമിഷമായതുകൊണ്ട് തന്നെ കണ്ണുകൾ തമ്മിലൊന്ന് കൊരുത്തു.